തൊടുപുഴയിൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആർക്കെതിരെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശനെതിരെ, NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ. അതോടൊപ്പം മുസ്ലിം ലീഗ് പ്രവർത്തകർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഭരിക്കും കേരളം എന്ന്. അത് വലിയ ചർച്ചയായി മാറ്റാൻ ചില ശ്രമങ്ങൾ കേരളത്തിൽ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു വർഗീയത ശക്തിപ്പെട്ടാൽ നേരെ മറുഭാഗത്ത് അത് മറ്റൊരു വർഗീയതയ്ക്ക് വളമായി മാറും. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതിന് തുടക്കമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന ചോദ്യവുമായി ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. അതാരാണ്? പാണക്കാട് തങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമാണ് എന്നാണ് കേരളത്തിൽ വലിയ തോതിൽ പ്രചാരണം ആരംഭിച്ചത്. പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് BJP ആണ്. സ്വാഭാവികമാണ്. കാരണം കേരളത്തിലെ UDFന്റെ വിജയം എന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെയും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെയും ഏകീകരണത്തിൻ്റെ ഫലമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം മറ്റ് ഘടകങ്ങളുമുണ്ട്. പക്ഷേ പ്രധാന ഘടകം ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണമാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ചത് ആരാണ്? മുസ്ലിം ലീഗാണ്, ഷാഫി പറമ്പിലാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്. അതുതന്നെയാണ് അപ്പുറത്ത് വളമായി മാറിയിരിക്കുന്നത്. അത് വളമാക്കി മാറ്റാൻ തന്നെയാണ് BJP ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP കേരളത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ ഒന്ന് വെറുതെ കയറി നോക്കിയാൽ നമുക്കത് ബോധ്യമാകും. ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് മുസ്ലിം ലീഗും പാണക്കാടുമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ലീഗ് നേതൃത്വത്തിന് മുന്നിൽ മുട്ടുകുത്തി. MT രമേശിന്റെ പ്രസ്താവനയാണ്. അത് കാർഡടക്കമാണ് നൽകിയിരിക്കുന്നത് BJPയുടെ സംസ്ഥാന ഫേസ്ബുക്ക് പേജിൽ. അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു പോസ്റ്റുണ്ട്. അത് പ്രേക്ഷകർ ആദ്യം കണ്ട പ്രകടനമാണ്. ആ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങൾ കൊടുത്തതിന് ശേഷം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഇങ്ങനെയാണ്: തനി നിറം കാണിച്ച് ലീഗ് എന്ന്. അതിനുശേഷം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പോസ്റ്റ് BJP കേരളത്തിൻ്റെ പോസ്റ്റാണ്. അതിങ്ങനെയാണ്. 3 മണിക്കൂർ മുമ്പാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അടുത്ത 5 കൊല്ലം നമ്മൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ കാണാൻ പോകുന്നത് ലീഗിൻ്റെ പാട്ടിനൊപ്പം തുള്ളുന്ന ഒരു പാവയെ ആയിരിക്കും. KM ഷാജി പ്രസംഗിച്ചതുപോലെ എല്ലാം പിടിച്ചെടുക്കാനായി ഭരിക്കുമ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിത്രമടക്കമുള്ള പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത പോസ്റ്റാണ് അതിനേക്കാളും വിഷം തുപ്പുന്നത്. അത് ഇങ്ങനെയാണ്: അടുത്ത 5 വർഷം കേരളം മുസ്ലിം ലീഗിൻ്റെ ഭരണത്തിലാകുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിലൂടെ കോൺഗ്രസ് നൽകുന്നത്. കോൺഗ്രസ് MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം VD സതീശന് അനുകൂലമല്ലാതിരുന്നിട്ടും മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം ഒന്ന് മാത്രമാണ് VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ കാരണം. തങ്ങളുടെ പുതിയ മതജില്ല അടക്കമുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ലീഗിന് വേണ്ടത് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പാവയാണ്. അവർ അത് നേടിയെടുത്തു. അതെ, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഡൽഹിയിലല്ല, അത് പാണക്കാട് ഹൗസിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കമാൻഡ് എന്നെഴുതിയ വലിയൊരു കാർഡും വീശിക്കൊടുക്കുന്ന VD സതീശനും പാണക്കാട് തങ്ങളുടെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്ന മല്ലികാർജുന ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും അവരുടെ ചിത്രവുമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് പാണക്കാടിൻ്റെ പവർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാർഡാണ്. ഹൈക്കമാൻഡ് എന്ന് നെഞ്ചത്ത് എഴുതി വച്ചിരിക്കുന്നു. പാണക്കാട് തങ്ങളുടെ ചിത്രത്തിൻ്റെ നെഞ്ചിൽ എഴുതി വച്ചിരിക്കുന്നു ഹൈക്കമാൻഡ് എന്ന്. VD സതീശൻ്റെ കൈ ഉയർത്തിപ്പിടിക്കുന്നു. പശ്ചാത്തലത്തിൽ കേരള CM എന്ന് പറയുന്ന ഒരു ബോർഡും കൂടി വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ BJP ആരംഭിച്ചിരിക്കുന്നു എന്നർത്ഥം. എന്തുകൊണ്ടാണ് BJP ആരംഭിക്കുന്നത്? ആരാണ് അതിന് വഴി ഇട്ട് കൊടുക്കുന്നത്? ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് മുസ്ലിം ലീഗാണ് എന്ന്. മുസ്ലിം ലീഗ് തന്നെയാണ്, ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് മറുപുറത്ത് BJPക്ക് വളമായി മാറുന്നത്, BJPയുടെ വളർച്ചയുടെ വളമായി മാറുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2011-16 കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ
BJPയുടെ വോട്ടിംഗ് ശതമാനം 17% എത്തിയിരുന്നു. എന്നാൽ പിന്നീട് LDF സർക്കാർ വന്നതിന് ശേഷം അത് കുറഞ്ഞ് വരുന്നത് നാം കണ്ടു. ഇനിയിപ്പോൾ 5 വർഷം UDF ഭരിക്കുന്ന 5 വർഷം സ്വാഭാവികമായും BJPക്ക് വലിയ കോളാണ്. അവർക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിൽ ഉണ്ടാകും. അത് ഒരുക്കി കൊടുക്കും കോൺഗ്രസും മുസ്ലിം ലീഗും. അതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടക്കം ഇതാ ഇന്ന് വീണിരിക്കുന്നു. എന്ന് വെച്ചാൽ വിത്ത് വീണിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ അത് വളർന്ന് പടർന്ന് കേരളത്തിൻ്റെ മുകളിൽ വർഗീയതയുടെ നിഴൽ വീഴ്ത്തുന്ന വടവൃക്ഷമായി മാറുമോ എന്നതേ അറിയാനുള്ളൂ. അതിലേക്ക് തന്നെയാണ് കേരളം നീങ്ങുന്നത് എന്നതാണ് ഇതുവരെയുള്ള സൂചനകൾ.